ഞാനൊരു പുതിയൊരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇച്ചിരി വഴിമാറി ചിന്തിരിക്കുകയാണ്. ഞാൻ പല വീഡിയോകളും നോക്കി ആരെങ്കിലുമൊക്കെ പറയുമോ എന്നെഴുതി, എൻ്റെ മനസ്സുള്ളവരാരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഞാനെന്ന് കരുതി. പക്ഷേ ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ വീഡിയോ ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയാണ്. വേടനെ പറ്റി എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ റാപ്പർ, ഗാനരചയിതാവ്, എല്ലാവർക്കും ഒരേപോലെ ത്രസിപ്പിക്കുന്ന സംഗീതവുമായിട്ട് അദ്ദേഹം കേരളത്തിലുടനീളം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ കാണാം. വേടൻ ദാസ് മുരളി എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ജാതി വിവേചനം, വർഗ പോരാട്ടങ്ങൾ, സാമൂഹിക നീതി എന്നിവയെ പറ്റിയുള്ള നിരവധി പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. മികച്ച പാട്ടുകൾ. അത് മലയാളികൾ അത് ഏറ്റുപാടി. അതുപോലെ ഈ സംഭവങ്ങൾക്കെതിരെയുള്ള വേടൻ്റെ ഈ പോരാട്ടത്തിന് സത്യം പറഞ്ഞ എല്ലാവിധ പിന്തുണയും അർഹിക്കുന്നത് തന്നെയാണ്. ഇതൊക്കെ സമ്മതിച്ചു. പക്ഷേ ഇത് ഞാൻ എഴുതാനുള്ള കാരണം, കാലിക്കറ്റ് സർവകലാശാലയിലെ മലയാളം 4ാം സെമസ്റ്ററിൽ വേടൻ്റെ പാട്ട് ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത വന്നത്. സത്യം പറഞ്ഞാൽ ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു. വേടനെ പറ്റി ഞാൻ ആദ്യം അറിയുന്നത് 2020 മീ ടു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായൊരു ഫേസ്ബുക്ക് പേജിൽ ചില സ്ത്രീകൾ ഒരു പോസ്റ്റ് വഴി ചില ലൈംഗിക ദുരുപയോഗം എന്ന് പറയുന്ന കാര്യങ്ങൾ എതിരെ ആരോപിച്ചിരുന്നു. അതിനെതിരെ അദ്ദേഹം ക്ഷമാപണമൊക്കെ നടത്തി പിന്നെ വരികയൊക്കെ ചെയ്തു. അതൊക്കെ അവിടെ തീർന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ അറിയുന്നത് ഈ അടുത്ത കാലത്തുണ്ടായ വിവാദപരമായ കാര്യമുണ്ട്. 2025 ഏപ്രിലാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് 6 ഗ്രാം ലഹരിയുമായി അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയൊക്കെ എക്സൈസ് അറസ്റ്റ് ചെയ്തത്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇങ്ങനെ നിരന്തരമായി ഉണ്ടായി. അതിൽ തുടങ്ങി, പിന്നെ ജാതിയിലായി, പിന്നെ വർഗത്തിലായി, അങ്ങനെ പല രീതിയിലേക്ക് കേരള സമൂഹത്തിന് ഒരു കാര്യം ചർച്ച ചെയ്യാൻ പല വിഷയങ്ങളുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ഒന്നും വീഡിയോ ഇട്ടില്ല. അതിൻ്റെ വഴിക്ക് പോന്നെ പോട്ടെ എന്ന് ചിന്തിച്ച കൂട്ടത്തിലാണ്. കാരണം എല്ലാവർക്കും ഒരു നീതി എന്ന കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അത് ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാവർക്കും ഒരു നീതി. പക്ഷേ അതൊന്നും അല്ല ഇപ്പം നടക്കുന്നതെന്നുള്ളൊരു വേറെ സത്യം തന്നെയാണ്. കാരണം പണക്കാരനൊരു നീതി, പാവപ്പെട്ടവനൊരു നീതി, അങ്ങനെയാണ് നടക്കുന്നത്. അത് നമ്മൾ എത്ര പറഞ്ഞാലും അത് അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. അത് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. പണമുള്ളവൻ്റെ കൂടെ തന്നെയാണ് പലപ്പോഴും ഇതൊക്കെ സംഭവിക്കുന്നത്. ഏതായാലും വേടന് അനുകൂലമായൊരു ജനവികാരം പെട്ടെന്ന് ഉണർന്നു വരുന്നത് കാരണമായി. അങ്ങനെ വേടനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ്, അതിനിടയിൽ വേടൻ്റെ കഴുത്തേ കിടക്കുന്ന പുലിയുടെ പല്ല് കണ്ടെത്തി എന്ന് പറഞ്ഞുള്ള വാർത്ത വരുന്നു. വനം വകുപ്പ് അതിനെതിരെ കേസെടുക്കുന്നു. അവസാനം ഇതൊക്കെ എന്തായി തീർന്നു എന്നെനിക്കറിയില്ല. ജാമ്യത്തിൽ വിട്ടതിന് ശേഷം കേരളത്തിലുടനീളം വേടൻ തരംഗമാണ് പിടിച്ചത്. ഇപ്പോൾ ഒരു സ്ഥിരം ശൈലിയാണല്ലോ, വിവാദങ്ങൾ ഉണ്ടാക്കുക, അതിലൂടെ ആൾക്കാരറിയുക, പിന്നെ അങ്ങ് ഒരു തരംഗമായി ജനങ്ങൾ ഏറ്റെടുക്കുന്നതാണ്. വേടൻ്റെ പല സ്റ്റേജുകളും പാട്ടുപാടാൻ പോലും കഴിയാത്തത്ര ജനക്കൂട്ടം വേടന് വേണ്ടി ആർപ്പ് വിളിക്കുന്നത് കണ്ടു. നല്ല കാര്യം. ഞാൻ പറഞ്ഞില്ലേ, യുവതലമുറയൊക്കെ ഉയർന്നു വരേണ്ടതും, അതുമല്ല ജാതി വിവേചനത്തിനും അതുപോലെ വർഗ പോരാട്ടത്തിനും സാമൂഹിക നീതിയുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളെല്ലാം എല്ലാവരും കേൾക്കുകയും അത് ഉച്ചത്തിൽ പാടുകയൊക്കെ ചെയ്യേണ്ട കാലഘട്ടത്തിൻ്റെ അത്യാവശ്യം തന്നെയാണ്. അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇത് വേടൻ്റെ ഈ വരവ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നോക്കിക്കണ്ട അത്യാവശ്യം തന്നെയാണ്. ഇപ്പം കാലിക്കറ്റ് സർവകലാശാലയിൽ വേടൻ്റെ പാട്ടുകളൊക്കെ പഠിപ്പിക്കാൻ വരുമ്പം ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് ഒരു കാരണവശാലും മനസ്സിലാകുന്നില്ല. കാരണം അത്രമേൽ വേടൻ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിൽ 2025 വേടന് സംഭവിച്ച കാര്യങ്ങൾ, ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇനി ലഹരി ഉപയോഗിക്കത്തില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. നല്ല കാര്യം. പക്ഷേ യുവതലമുറ
വേടനെ ആരാധനയോട് കാണുമ്പം ഇതൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിച്ചേ പറ്റൂ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, വേടനോട് എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. കാരണം വേടനെ പോലുള്ള ആൾക്കാർ ഉയർന്നു വരേണ്ടത് അത്യാവശ്യം തന്നെയാണ്, അല്ലേ? അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിൽ നിന്നും അടിച്ചമർത്തപ്പെട്ടവർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആൾക്കാരും അടിച്ചമർത്തപ്പെട്ടവർ തന്നെയാണ്. ഒന്നുകിൽ സമ്പന്നരാൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ വർഗത്താർ, അധികാരവർഗം കൊണ്ട് അടിച്ചമർത്തപ്പെട്ടവർ തന്നെയാണ് എല്ലാവരും, ഭൂരിപക്ഷം ആൾക്കാരും. അതിൽ നിന്നൊക്കെ ഉയർന്നു വരികയും സംസാരിക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്യേണ്ട അത്യാവശ്യം തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ കണ്ണടച്ചിരുട്ടാക്കേണ്ട കാര്യമില്ല. കാരണം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അത് യുവതലമുറ ഒരു കാരണവശാലും അനുകരിക്കാൻ പാടില്ല എന്നുള്ള. പിന്നെ ഒരു ഭാഗം യുവതലമുറ ഇങ്ങനെ പ്രസിദ്ധനാകാം വിവാദങ്ങളിലൂടെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പിടിക്കപ്പെട്ടാലും പെട്ടെന്ന് ജനമനസ്സുകളിലേക്ക് എത്തുകയും അത് വിവാദങ്ങളിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഒക്കെ പറ്റും എന്ന് ചില യുവാക്കളെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല. അതാണ് ഈ അവസ്ഥ. ഞാൻ പറഞ്ഞില്ലേ, പല കാര്യങ്ങളും നമ്മൾ വിവാദങ്ങളിലൂടെയാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നത്. അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. എങ്ങനെ എത്തുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു പാഷനായിട്ട് മാറിയിട്ടുണ്ട്. അടുത്ത കാലത്ത് നമ്മൾ ഒരു പ്രസിദ്ധ നടനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടു, പല വിവാദങ്ങളിലേക്കും നമ്മൾ പലപ്പോഴും വിവാദങ്ങളിലൂടെയാണ് ആ സംഭവം അല്ലെങ്കിൽ ആ വ്യക്തികൾ ഇടിച്ചു കയറുന്നത്. അതുതന്നെയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കേസ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത് യുവാക്കൾ ഒരു കാരണവശാലും അനുകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അനുകരിച്ചു, അദ്ദേഹത്തെ ആരാധിച്ചു. പക്ഷേ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പം ഇച്ചിരി വിഷമം ഉണ്ടാകുന്നു. അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ അത്യാവശ്യമാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ട അത്യാവശ്യം. കാരണം അദ്ദേഹത്തെ പോലുള്ള വ്യക്തികൾ അല്ലാതെ തന്നെ എത്രയോ ആൾക്കാർ ഇതിനെതിരെയൊക്കെ ഘോരഘോരം സംസാരിക്കുകയും പണ്ട് കാലം തൊട്ടേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എത്രയോ നല്ല വ്യക്തികളുടെ ജീവിതത്തിൽ യാതൊരുവിധ കളങ്കവും പെറണാത്ത എത്രയോ നല്ല വ്യക്തികളുണ്ട്. എല്ലാ സമൂഹ വിഭാഗത്തിൽ നിന്നുമുണ്ട്. താഴേക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന എത്രയോ പേരുണ്ട്. അവരുടെയൊക്കെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കാം, അതിനെപ്പറ്റി സംസാരിക്കാം. കഥകളോ ഒന്നും തന്നെ കുറവായിട്ടൊന്നുമല്ല. പക്ഷെ വേടനെ ഇവിടെ പ്രതിഷ്ഠിച്ച് വേടൻ്റെ പാഠഭാഗങ്ങളൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത തലമുറ ചിന്തിക്കാം. ഒരു പക്ഷേ ഇങ്ങനെയൊക്കെയാണ് വേടൻ ഉയർന്നു വന്നത്, ജനങ്ങളുടെ ഇടയിലേക്ക് വന്നത്. പോസിറ്റീവിലൂടെ അല്ല, പോസിറ്റീവിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ലേ, പോസിറ്റീവ് വശങ്ങൾ ഒത്തിരി കാണും. പക്ഷെ പെട്ടെന്ന് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്നത്, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയത് ഈ നെഗറ്റീവ് കാര്യങ്ങൾ തന്നെ. കേസും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ മാധ്യമങ്ങൾ നിരന്തരമായി ചർച്ച ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നും അത് ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണെന്നും ഒക്കെ. അപ്പം ഞാനതാ പറയുന്നത്, ഇത് യുവാക്കൾക്കൊരു പ്രചോദനം ഒരു കാരണവശാലും ആകരുത് എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. എങ്ങനെ വേണേലും ആര് വേണേലും ആഘോഷിച്ചോട്ടെ, എല്ലാം കാണാനും കേൾക്കാനും ഒക്കെ വിധിക്കപ്പെട്ടവർ തന്നെയാണ് നമ്മൾ. ഇഷ്ടമുണ്ടെങ്കിൽ കാണുക, ഇഷ്ടമില്ലെങ്കിൽ കാണുക. പക്ഷേ പഠന ഭാഗത്തിൽ ഉൾപ്പെടുത്തിയതിനോട് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ യോജിപ്പുണ്ടോ എന്ന് മാത്രം പറയുക. അപ്പം മറ്റൊരു വിഷയവുമായി വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.